നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. CPM ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ തിരഞ്ഞെടുത്തു. നിലവിൽ തൃശൂർ ജില്ലാ LDF കൺവീനറായി പ്രവർത്തിച്ചു വരികയാണ്. 10 പുതുമുഖങ്ങളടക്കം 46 അംഗം ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. സ്വകാര്യ സർവകലാശാല ബില്ല് തയ്യാറാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിനുള്ള ബില്ലും ക്യാബിനറ്റ് അംഗീകരിച്ചതായി മന്ത്രി. ചൂണ്ടൽ സെന്ററിന് സമീപം ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വേലൂർ സ്വദേശി നീലങ്കാവിൽ ജസ്റ്റിന്റെ മകൻ 19 വയസ്സുള്ള ജോയലാണ് മരിച്ചത്. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് ജോയൽ. ദേശീയപാത മതിലകം പുതിയകാവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കയ്പമംഗലം സ്വദേശി നടക്കൽ രാമൻ മകൻ 63 വയസ്സുള്ള ജ്യോതി പ്രകാശനാണ് മരിച്ചത്. വേലൂപ്പാടം പുലിക്കണ്ണി റോഡിൽ കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു. വേലൂപ്പാടം പൗണ്ട് സ്വദേശികളായ കുറിയോടത്ത് വീട്ടിൽ അലിയാർ, ഭാര്യ മാഷിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂരിൽ കനോലി കനാലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി. താൽക്കാലിക തടയണ കെട്ടുന്നതിൽ അനാസ്ഥയെന്ന് ആക്ഷേപം. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം ഇന്ന് ആഘോഷിക്കുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ വർണ്ണക്കാവടികളും പീലിക്കാവടികളും ക്ഷേത്രസന്നിധിയിൽ നിറഞ്ഞാടി. മാള കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷത്തിന് പൂക്കാവടികൾ നിറഞ്ഞാടി. വിവിധ മേഖലകളിൽ നിന്നെത്തിയ സംഘങ്ങൾ ക്ഷേത്രത്തിൽ കാവടി അഭിഷേകം നടത്തി. മസ്തകത്തിലെ മുറിവുമായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ മേഖലയിൽ ചുറ്റിത്തിരിയുന്ന കാട്ടാനയ്ക്ക് കൂടുതൽ ചികിത്സ ആവശ്യമെങ്കിൽ നൽകുമെന്ന് വാഴച്ചാൽ DFO. ഇതിനായി വനപാലകരുടെ സംഘം അതിരപ്പിള്ളി പ്ലാന്റേഷൻ മേഖലകളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. വടക്കാഞ്ചേരി തെക്കുംകരയിൽ റോഡരികിൽ കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന് ആരോപണം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുകയും ചെയ്ത യുവാവിനെ ഒല്ലൂർ പോലീസ് പിടികൂടി. പത്തനംതിട്ട പെരുംപെട്ടി സ്വദേശി കെവിൻ തോമസ് ആണ് അറസ്റ്റിലായത്. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മൂഴിക്കൽ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷനായിരുന്നു. കടങ്ങോട് പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഡോക്ടർ ബിനോജ് ജോർജ് മാത്യു അനുശോചന യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ ഹരിത പ്രഖ്യാപനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ദിനേശ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കടങ്ങോട് പഞ്ചായത്തിലെ 2 സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അസംഘടിത മേഖലാ തൊഴിലാളികൾക്ക് ബോധവൽക്കരണ സെമിനാർ നടത്തി. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിലേക്ക് മാർച്ച് നടത്തി. CPM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര സംഘത്തിലെ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കാവിൽക്കടവിൽ RRR സെന്റർ, ഇനോക്കുലം കം ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്റർ, ജൈവവള വിൽപ്പനശാല എന്നിവ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. മുള്ളൂർക്കര ഇരുനിലംകോട് തൈപ്പൂയത്തിന് ആയിരങ്ങളെത്തി. ക്ഷേത്ര പൂജാരി രാജീവ് പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ആലംകുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷം ഭക്തി നിർഭരമായി. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തീയന്നൂർ മന ശ്രീധരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ഡോക്ടർ PS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു.
എടത്തിരുത്തി സെന്റ് ആൻസ് UP സ്കൂളിൽ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അളഗപ്പ നഗർ പഞ്ചായത്തിലെ പാരിജാതം ഹരിതസേനയ്ക്കും സുവർണ സംഘത്തിനും കാർഷികോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ഞനം SSDP സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പാൽക്കുടം എഴുന്നള്ളിപ്പ് നടന്നു. കൊച്ചി പറമ്പത്ത് ക്ഷേത്രം ശാന്തി സലീൽ പാണാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തൃശൂരിൽ ഹോട്ടൽ ഉടമകൾ വാക്കത്തോൺ സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ജില്ലയിലെ ഹാജിമാർക്കുള്ള 2ാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് കയ്പമംഗലത്ത് നടന്നു. ഹജ്ജ് കമ്മിറ്റി അംഗം അനസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവാസി എഴുത്തുകാരി നസീ ഷായിയുടെ ആദ്യ കവിതാ സമാഹാരം വരികളിൽ പൂക്കുന്ന പ്രാന്ത് പ്രകാശനം ചെയ്തു. കയ്പമംഗലം കൂരിക്കുഴി AMUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ KB മധു പുസ്തക പ്രകാശനം നിർവഹിച്ചു. കുന്നംകുളം ഒറ്റപ്പിലാവിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ ഫോറൻസിക് വിഭാഗവും പോലീസും പരിശോധന നടത്തി. വെള്ളിയാഴ്ചയാണ് പാലവളപ്പിൽ ഹൈദരാലിയുടെ കൃഷിസ്ഥലത്തേക്ക് അജ്ഞാതൻ സ്ഫോടക വസ്തു എറിഞ്ഞത്. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. നാരായണദാസിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ചേർപ്പ് ചേനം തരിശുപടവ് കമ്മിറ്റിയുടെ 25ാം വാർഷികാഘോഷവും കൊയ്ത്തു മഹോത്സവവും സംഘടിപ്പിച്ചു. പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച റിട്ടയേർഡ് SI എങ്കക്കാട് സ്വദേശി പത്മനാഭൻ നായർക്ക് തൃശൂർ ജില്ലാ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി. കഴിഞ്ഞ ദിവസം ഓട്ടുപാറയിൽ വാഹനാപകടത്തിലാണ് പത്മനാഭൻ നായർ മരിച്ചത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 60ാം സംസ്ഥാന സമ്മേളനം 14, 15, 16 തീയതികളിൽ പുഴയ്ക്കലിൽ സംഘടിപ്പിക്കും. മാലിന്യ സംസ്കരണ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ. വെള്ളാനിക്കരയിൽ നടന്ന കാർഷിക സർവകലാശാല കേരള സയൻസ് കോൺഗ്രസിൽ മികച്ച ഗവേഷണ പ്രബന്ധാവതരണത്തിനുള്ള അവാർഡ് സൗത്ത് കൊണ്ടാഴി സ്വദേശി ഡോക്ടർ AK ശിവദാസനെ. അത്താണി സിമെറ്റിലെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ SN പോറ്റിയുടെ ഗവേഷക സംഘത്തിലെ അംഗമാണ്. എളവള്ളി പഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള നീന്തൽ പരിശീലനം പൂർത്തിയായി. വടക്കാഞ്ചേരി സ്വദേശിയായ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ 20 വിദ്യാർത്ഥികളാണ് 1 മാസത്തെ പരിശീലനം പൂർത്തീകരിച്ചത്. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിൽ രക്ഷാകർതൃ സംഗമം നടന്നു. ദേശീയ അവാർഡ് നേടിയ ഗായിക നഞ്ചിയമ്മ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സൗത്ത് ഏരിയ സമ്മേളനം കുട്ടനെല്ലൂരിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്മിണി കുമാരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ NSS ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 50ാമത് വാർഷികാഘോഷം നടന്നു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ആദ്യമായി കേരള അഗ്നിസുരക്ഷാ വകുപ്പിന്റെ കീഴിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം ഗാനസ്റ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരള അഗ്നിസുരക്ഷാ വകുപ്പിന്റെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം പ്രവർത്തന സജ്ജമായതോടെ നമ്മുടെ രാജ്യത്തിന് തന്നെ മറ്റൊരു മാതൃക കേരളം മുന്നോട്ട് വെച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. സ്വർണ്ണവില പുതിയ റെക്കോർഡുകൾ ഭേദിച്ച് കുതിപ്പ് തുടരുന്നു. പവന് 640 രൂപ വർദ്ധിച്ച് 64,480 രൂപയായി. ഫെബ്രുവരിയിൽ മാത്രം പവന് വർദ്ധിച്ചത് 2,520 രൂപ. പ്രൊവിഡന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PF ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് R. സദാനന്ദൻ പിള്ള ധർണ ഉദ്ഘാടനം ചെയ്തു.
കഴിമ്പ്രത്ത് യുവാവിനെ ഇരുമ്പുവടി കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിമ്പ്രം സ്വദേശി ചാടിച്ചെട്ടി വീട്ടിൽ സന്തോഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടുകൂടി സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.